ഉണ്ണി ഉണ്ണി അച്ഛന്റെ കയ്യക്ഷരം കണ്ടിട്ടുണ്ടോ? എവിടെ? അന്ന് വീട്ടിൽ നിന്ന് കിട്ടിയതാ, നിന്റെ അച്ഛൻ എഴുതിയത്. എന്നെങ്കിലും ഉണ്ണി ചോദിക്കുമെന്ന് തോന്നിയിരുന്നു. അത് പഴത്തില്ല, എടുത്തു വെച്ച് നന്നായി. കുനുകുന എന്തൊക്കെയോ എഴുതിയെന്നല്ലാതെ ഒന്നിനും ഒരു അർത്ഥമില്ല. അവനെന്തൊക്കെയോ പ്രയാസം ഉണ്ടായിരുന്നു. അതെനിക്ക് അന്നും അറിയൂ, ഇന്നും അറിയൂ. അന്ന് എനിക്ക് വയസ്സ് 8, പാർവതിക്ക് 5. സത്യം പറ ഉണ്ണി, ഈ 26-ാം വയസ്സിൽ നിനക്ക് ഈ വീട്ടിൽ പെട്ടെന്ന് അനാഥത്വം തോന്നി. എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? ഇല്ല അമ്മാവ, അങ്ങനൊന്നും തോന്നിട്ടില്ല. ഈ നെഞ്ചിനകത്ത് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എങ്ങനെ അനാഥരാകുക? പക്ഷെ അങ്ങനെ തോന്നി. ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. നോക്ക്, ശരിക്കും നോക്ക്. ഇത് ശരിയല്ല. ഈ എഴുത്താരോ നിർബന്ധിച്ച് എഴുതിപ്പിച്ചാണെന്ന് തോന്നില്ലേ? എനിക്ക് 8 വയസ്സാ, ഇവൾക്ക് 5. 5 വയസ്സുള്ള ഇവളെയും 1 വയസ്സുള്ള ചിന്നുമോളെയും ഈ 8 വയസ്സുകാരൻ അന്ന് ഒരുമിച്ച് തോളിലെടുത്തിട്ടുണ്ട്. ഇത് എഴുതി വെച്ചു എന്ന് നിങ്ങൾ പറയുന്ന അച്ഛൻ്റെ അന്നത്തെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ മുഖം ഒരിക്കലും ഈ കത്തെഴുതില്ല. ആ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല. ഇന്ന് എത്രയാ തീയതി? ഇനി വെറും 46 ദിവസങ്ങളേ ഉള്ളൂ ലീവ് കഴിയാൻ. Precious 46 days. പ്രാണൻ പോലുള്ള 46 ദിവസങ്ങൾ. Time is too short. ഗുഡ് മോർണിംഗ് ബിന്ദു. ഗുഡ് മോർണിംഗ്. ശ്രീദേവിയുടെ സീറ്റ് ഇരിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഒരു ജോലി തന്നാൽ മനസമാധാനം നഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കാ. ഞാൻ ലേറ്റ് ആയിട്ടില്ല സർ. ലേറ്റിന്റെ കാര്യമല്ല, ഇനി വേണേൽ എന്നും ലേറ്റ് ആയിക്കോ. ഇന്നു മുതൽ കുട്ടി ഇവിടെ വരണ്ട, നിങ്ങളവിടെ ആവശ്യമില്ല. കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ മനുഷ്യനായിരുന്നിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾക്കൊരു ജോലി എന്നതിന്റെ പേരിൽ ഏത് സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് പേടിക്കണമെന്ന് വെച്ചാലോ? നിങ്ങളവിടെ ജോലിക്ക് നിർത്തിയാൽ ഫോട്ടോ എടുക്കാൻ വരുന്നവന്റെ തല തെറിക്കുന്ന അവസാനം കിട്ടിയ ഭീഷണി. അച്ഛൻ മോൾക്ക് ചെയ്തു വെച്ച സഹായം, അല്ലാതെന്താ പറയാ. പേടിയുണ്ടാണ് കുട്ടി. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നും തോന്നരുത്. വേറെ വല്ല സ്ഥലത്തും ഫോണില്ലാത്തൊരു സ്ഥലത്ത് കിട്ടുമെന്ന് നോക്ക്, അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. സംശയമല്ല, ഈ ഫോൺ നിങ്ങൾക്കാവും. വേണ്ട സാർ. ഫോണിലൂടെ ആരോ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു, അതുകാരണം ജോലി തെറിച്ചു എന്നൊക്കെ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ആരെയാ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? ആ ഫോണോ അതോ സ്റ്റുഡിയോ ഉടമസ്ഥനെയോ? ഇങ്ങനെ ഇരുട്ടി തപ്പുന്ന ഒരു പരാതിയും കൊണ്ട് വന്നാൽ എങ്ങനെയാ? ഇനി നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ഒരു ഭീഷണി ഉണ്ടാക്കിയതാണോ? അവനെ എടുത്തിട്ടൊന്ന് പെരുമാറിയാലോ? സാർ എന്റെ അമ്മയുടെയും വിഷമം മനസ്സിലാക്കണം. എന്റെ അച്ഛൻ മരിച്ചു. അച്ഛനുണ്ടായിരുന്നപ്പോഴേ ഇത്തരം ഭീഷണികൾ വരാറുണ്ട്. ഇന്നത് ഞങ്ങളെ ശ്വാസം മുട്ടിക്കുക. ദയവ് ഇതൊന്ന് അന്വേഷിക്കണം. മുഖ്യമന്ത്രി മുതൽ ഐക്യരാഷ്ട്രസഭ വരെ പരാതി പോയിട്ടുണ്ടല്ലോ. പിന്നെന്താ, ഇനി CBI വരണോ? വരുത്താം. ഈ അന്വേഷണം എന്നൊക്കെ പറയണതേ തമാശയല്ല. അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളും. ഇതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിച്ചോളാം. എന്തിനാ സാറെ പരിഹസിക്കുന്നത്? സാറിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല, അത്രേ ഉള്ളൂ. ഇത് സാർ അന്വേഷിക്കണ്ട പോരെ? ആ പെണ്ണ് നമ്മളൊന്ന് കൊച്ചാക്കി പോയി. പെരുമാറാൻ അറിയാനിട്ടല്ല, പിന്നെ തന്ത മരിച്ചിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇതൊരു പോലീസ് പ്രൊട്ടക്ഷന്റെ പ്രശ്നമാണ്. ഭീഷണിയുണ്ട്, അത് സത്യ. പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കോടതി പോട്ടോ. ഇതിപ്പം VIP-കൾക്ക് തന്നെ കരിമ്പൂച്ചകൾ കൊടുക്കാൻ പറ്റാത്ത കാല. പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ ഈ 2 കരിമ്പൂച്ചകളെ കൊടുക്കാന്ന് വെച്ചാല് അതിന് മാത്രം പൂച്ചകളുണ്ടോ നമ്മുടെ നാട്ടില്? എവിടെ?
അങ്ങോട്ട് മാറി നിൽക്കണോ? ഇയാൾ ചത്തിട്ടൊന്നുമില്ല. എല്ലാരും ഒന്ന് മാറിയട്ടെ. മാറ്. എടോ, ഇത് പോലീസ് സ്റ്റേഷനാ. വെറുതെ തീക്കൊള്ളി എടുത്ത് തലയൊറിയരുത്. എല്ലാറ്റിന്റെ എല്ല് ഞാൻ ഒടിക്കും. ആഹാ. സാറിങ്ങോട്ടൊന്ന് ഒരു കാര്യം പറയാനുണ്ട്. സാറ് വിവരം സർക്കിളിനോട് ചോദിക്ക്. അല്ലാതെ ഇതെടുത്ത് അകത്തിട്ടാൽ അത് ലോക്കപ്പ് മർദ്ദനമാവും. ഈ പരുവത്തിൽ നമ്മൾ ഇതിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയാൽ അത് അവിടെയും പ്രശ്നമാവും. അതിന് സർക്കിൾ സ്റ്റേഷനിലും ഇല്ല, വീട്ടിലും ഇല്ല. എന്നാ പിന്നെ കാട്ടി കാണും വനവാസം. ഇതാകപ്പാടെ നമ്മൾ കുഴയും. ഇയാൾ എന്തെങ്കിലും കഴിച്ചോ? പിന്നെ അതിരാവിലെ വെറും വയറ്റില് ബിരിയാണിയും മത്തിക്കറിയും കഴിച്ചു. സാറിന് തലയ്ക്ക് സുഖമില്ലേ? ഇവനാരാ താലോലിക്കാൻ? ആഭ്യന്തര വകുപ്പിന്റെ അളിയന്. തന്നെ എനിക്ക് നേരത്തെ അറിയാം. വാടക വാങ്ങി കീശയിലിട്ട് തല്ലാൻ നടക്കലല്ലേ തന്റെ ജോലി. അത് കളാ, അത് ഞങ്ങൾ മറക്കാം. ആരാ തന്നെ തല്ലിയെന്ന് പറ, കേസെടുക്ക. എനിക്ക് പരാതിയില്ല. അത് നന്നായി. തല്ലിയവനും പരാതിയില്ല, തല്ല് കിട്ടിയവനും പരാതിയില്ല. എന്തൊരു ജനാധിപത്യം. എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി തന്നാ മതി, ഞാൻ ആശുപത്രിയിൽ പോയിക്കോളാം. എടോ, തന്റെ കാലും ഒടിഞ്ഞിട്ടുണ്ട്, ഒരു കയ്യും ഒടിഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിൽ അതിൽ കയറിയ വഴിയിൽ എല്ലാം ഒക്കെ ഊരി വീഴും. ആഹാ, പിന്നെയും വന്ന മഴ. Yes. Yes, sir. Yes, sir. Yes, sir. എടോ, ഇവന് വാരി വലിച്ചെടുത്ത് ലോക്കപ്പിലിട്ട്. വിളിച്ചത് എസ് പിയാ. ഇന്നിത്തിരി നേരത്തെ ആണല്ലോ വിളക്ക് കത്തിച്ചത്. സന്ധ്യയാകുന്നതേ ഉള്ളൂ. വീട്ടിലാവുമ്പോ ഈ സമയത്തോടെ കത്തിക്കും. തൂക്കുവിളക്ക് അവിടെ പതിവില്ല. അച്ഛൻ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വിളക്കാ പൂജാമുറിയില്. അച്ഛന്റെ ദൈവവിശ്വാസം ഇത്തിരി കുറവായിരുന്നു അല്ലേ? ദൈവങ്ങൾക്ക് അച്ഛനായിരുന്നു വിശ്വാസക്കുറവ്. വേണ്ട, തത്വചിന്ത പറയാൻ പറ്റിയ സമയമല്ലത്. ഇരുട്ടി തുടങ്ങി. പറഞ്ഞു പറഞ്ഞ് നമ്മൾ കാട് കയറും. പിന്നെ ഇന്നലത്തെ പോലെ ശ്രീദേവി വീണ്ടും കരയാനും തുടങ്ങും. നമ്മുടെ പാറു എവിടെ? പാറുക്കുട്ടി, പാർവതി അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, ശ്രീദേവിക്ക് ഇവിടുത്തെ പരിചയക്കുറവൊക്കെ മാറിയല്ലോ. ഈ വീട് മുഴുവൻ ശ്രീദേവിയുടെതാണ്. എവിടെ വേണമെങ്കിലും ഇരുന്നോ നടന്നോ സമയം ചെലവഴിക്കാം. അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അനാവശ്യമായി ഞങ്ങൾ വിഷമിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അത് അമ്മയുടെ മനസ്സിന്റെ ഗുണം. എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. കുമാരേട്ടൻ എനിക്ക് ചെയ്തെന്ന സഹായങ്ങൾ ഓർക്കുമ്പോ ഇത്രയൊക്കെയല്ലേ സാധിക്കുന്നുള്ളൂ എന്നാണ് എന്റെ വിഷമം. അമ്മാവാ, ആ, എന്തിനാ ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് ശ്രീദേവി ചോദിക്കുന്നത്. അമ്മാവന് ഇന്നലെ കഷ്ടപ്പെട്ടോ? വല്ലാതെ കഷ്ടപ്പെട്ടു. ഇവരെന്തേ ഇത്തിരി നേരത്തെ അങ്ങോട്ട് വരാതെ നിന്ന് ഓർത്തിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടു. മോൾക്ക് MSc ഗോൾഡ് മെഡലാണെന്ന് ഇവൻ പറഞ്ഞു. അതിൽ കാര്യമില്ല, ധൈര്യത്തിന് മെഡൽ വാങ്ങണം. അതായത് മനസ്സിനെങ്ങനെ പിടിച്ചു നിർത്താൻ. അതിന് അതങ്ങനെ ആടിക്കളിക്കുന്ന മനസ്സൊന്നുമല്ല അമ്മാവ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? മനസ്സിലായി. ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാ മതി. ഉം. ഉം.